നമ്മുടെ രാജ്യം പ്രതിരോധ മേഖലയിൽ വലിയൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ തേജസ് യുദ്ധ വിമാനങ്ങളെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഈ വിമാനങ്ങളുടെ ഹൃദയമായ എഞ്ചിനുകളുടെ കാര്യത്തിൽ നമ്മൾ ഇത്രയും കാലം വിദേശ രാജ്യങ്ങളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വരികയാണ്. പ്രശസ്ത വിമാന എഞ്ചിൻ നിർമ്മാതാക്കളായ GE എയ്റോസ്പേസും ഇന്ത്യൻ വ്യോമസേനയും തമ്മിൽ ചരിത്രപരമായ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. എന്താണ് ഈ കരാർ? ഇത് എങ്ങനെയാണ് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞ തേജസ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന F404IN-20 എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഇന്ത്യയിൽ തന്നെ ഒരു സ്വന്തം ഡിപ്പോ അല്ലെങ്കിൽ സർവീസ് സെന്റർ സ്ഥാപിക്കാനാണ് ഈ കരാർ. ഇതുവരെ ഇത്തരം എഞ്ചിനുകൾക്ക് വലിയ തകരാറുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തെ ഓവർഹോളിംഗ് ആവശ്യമായി വരികയോ ചെയ്താൽ നമുക്ക് ഈ എഞ്ചിനുകൾ വിദേശത്തുള്ള കേന്ദ്രങ്ങളിലേക്ക് അയക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ പുതിയ കരാർ പ്രകാരം ഇന്ത്യൻ വ്യോമസേന നേരിട്ട് ഈ സൗകര്യം ഇന്ത്യയിൽ തന്നെ ഒരുക്കും. GE എയ്റോസ്പേസ് ഇതിനാവശ്യമായ സാങ്കേതിക സഹായവും പരിശീലനവും നൽകും. ഈ കരാറിലൂടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൈവരുന്ന നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ തേജസ് വിമാനങ്ങളുടെ എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുന്നത് വഴി വലിയ രീതിയിലുള്ള സമയലാഭം കൈവരിക്കാൻ സാധിക്കും. ഇത് വിമാനങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ പോലും വ്യോമസേനയെ സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്നു. കൂടാതെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത്. GE എയ്റോസ്പേസ് നൽകുന്ന സാങ്കേതിക പരിശീലനത്തിലൂടെ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള അറിവ് ലഭിക്കുന്നതിനൊപ്പം എഞ്ചിനുകൾ വിദേശത്തേക്ക് അയക്കുന്നതിനുള്ള ഭാരിച്ച ഷിപ്പിംഗ് ചെലവുകൾ ഒഴിവാക്കി വലിയൊരു തുക ലാഭിക്കാൻ ഈ പ്രാദേശിക ഡിപ്പോ സൗകര്യം സഹായിക്കുന്നു. GE എയ്റോസ്പേസിന് ഇന്ത്യയുമായി 4 പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധം കേവലം തേജസ് വിമാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മുടെ പ്രതിരോധ സേനയുടെ നട്ടെല്ലായി അത് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായ P-81 നിരീക്ഷണ വിമാനങ്ങളിലും അത്യാധുനിക MH-60R ഹെലികോപ്റ്ററുകളിലും അതോടൊപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ വിനാശകാരിയായ അപ്പാച്ചി അറ്റാക്ക് ഹെലികോപ്റ്ററുകളിലും കരുത്തേകുന്നത് GE നിർമ്മിത എഞ്ചിനുകളാണ്. ആകാശത്ത് മാത്രമല്ല, സമുദ്രത്തിലും ഇവരുടെ സാന്നിധ്യം നിർണായകമാണ്. ഇന്ത്യയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിലും ശിവാലിംഗ് ക്ലാസ് യുദ്ധ കപ്പലുകൾക്കും ഊർജം പകരുന്ന GEയുടെ ഗ്യാസ് ടർബൈനുകളാണ്. ബംഗളൂരുവിലെ നൂതനമായ ടെക്നോളജി സെന്ററും പൂനെയിലെ ആധുനിക നിർമ്മാണശാലയും വഴി സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലും പ്രാദേശിക ഉൽപാദനത്തിലും പങ്കാളിയാകുന്നതിലൂടെ ഇന്ത്യയുടെ എയ്റോസ്പേസ് ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ GE എയ്റോസ്പേസ് ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. GE എയ്റോസ്പേസിന്റെ പ്രവർത്തനം കേവലം എഞ്ചിൻ നിർമ്മാണത്തിലോ ബിസിനസ്സിലോ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇന്ത്യയിലെ യുവതലമുറയെ സാങ്കേതികമായി ശാക്തീകരിക്കുന്നതിലും അവർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവരുടെ എഡിസൺ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലൂടെ ഇതിനോടകം 150ഓളം യുവ എഞ്ചിനീയർമാർ മികച്ച പരിശീലനം നേടി പ്രതിരോധ മേഖലയിലെ കരുത്തുറ്റ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. കൂടാതെ ബംഗളൂരുവിൽ തുടക്കം കുറിച്ച നെക്സ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ 4000ഓളം വിദ്യാർത്ഥികളെ എയ്റോസ്പേസ് രംഗത്തെ കരിയറിനായി സജ്ജരാക്കുകയാണ് ലക്ഷ്യം. ഇതിനു പുറമെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പൂനെയിലെ ഫാക്ടറി വഴി 5000-ലധികം പേർക്ക് വ്യവസായ സംബന്ധമായ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകാൻ ഇവർക്ക് സാധിച്ചു. വരും കാലത്തെ എയ്റോസ്പേസ് വിപ്ലവത്തിന് ആവശ്യമായ മാനവശേഷിയെ വാർത്തെടുക്കുന്നതിൽ GE നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു ഊർജ്ജമാണ് ഈ കരാർ നൽകുന്നത്. സ്വന്തം വിമാനങ്ങളെ സ്വന്തം നാട്ടിൽ തന്നെ പരിപാലിക്കാനുള്ള ഈ ശേഷി ഭാവിയിൽ കൂടുതൽ നൂതനമായ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ നമുക്ക് കരുത്തേകും. ലോകോത്തര എയ്റോസ്പേസ് ഭീമന്മാർ ഇന്ത്യയിലേക്ക് സാങ്കേതിക വിദ്യ കൈമാറാൻ തയ്യാറാകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ അടയാളമാണ്.